ഒന്ന് തരുന്നത് എന്താണ്? ഇവിടെയൊക്കെ പഴയ ആൾക്കാരാണ്. രണ്ടാളെ പുതിയ മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളൂ. എന്തൊക്കെയാണ് തരുന്നത്? രാമായണം ഫുള്ള് കേട്ടിട്ട് രാമന് സീത എപ്പിടി പറഞ്ഞ ഇതാണ് അവസ്ഥ. ഒന്ന് റീപർച്ചേസ് ഇൻകം, പിന്നെ മാച്ചിങ് ബോണസ് അല്ലേ? അപ്പൊ റീപർച്ചേസ് ഇൻകം ആര് പറഞ്ഞു കഴിഞ്ഞു? രഞ്ജിത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി മാച്ചിങ് ബോണസ് എന്താണെന്ന് നോക്കാം. അപ്പൊ പുതുതായിട്ട് നമ്മൾ ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു എത്ര രൂപയുടെ പർച്ചേസിംഗ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10,000 രൂപയുടെ പർച്ചേസിംഗ് 300 PV അല്ലേ? അതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ 10,000 രൂപയുടെ പർച്ചേസിംഗ് 300 PV ചെയ്യുന്ന സമയത്ത് അവര് എന്തിന് എലിജിബിലിറ്റി ആയി? വരുമാനം കിട്ടാനും ഈ ID ആക്ടിവേഷൻ ആയി. എന്താണ്? ID ആക്ടിവേഷൻ ആണ്. ജോയിനിങ് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ID എന്നാണ് ആക്ടിവേഷൻ ആകുന്നത് എന്ന് പറഞ്ഞാൽ 300 PV നിങ്ങളുടെ എന്നാണോ ആകുന്നത് അന്നാണ് ID എന്താകുന്നത്? ആക്ടിവേഷൻ ആകുക. ഓക്കെ, അത് നിങ്ങൾ 10,000 1,000 എടുത്താലും നിങ്ങളുടെ ആക്ടിവേഷൻ ആകും. നിങ്ങൾ 100 PV 3 പ്രാവശ്യമായിട്ട് എടുത്താലും ആക്ടിവേഷൻ ആകും. 150 PV 2 പ്രാവശ്യമായിട്ട് എടുത്താലും ആക്ടിവേഷൻ ആവും അല്ലേ? അല്ല 1000 വാങ്ങിയിട്ട് 10 പ്രാവശ്യം വാങ്ങിയിട്ട് 300 PV തയ്ച്ചാലും ആക്ടിവേഷൻ ആവും അല്ലേ? എങ്ങനെയും ആക്ടിവേഷൻ ആവും. പക്ഷെ ആക്ടിവേഷൻ ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? വരുമാനം എന്ന് പറയുന്നത് കിട്ടുക അല്ലേ? നമ്മളിവിടെ പ്രൊഡക്റ്റ് നല്ലത് പറഞ്ഞു, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ആളുകൾ റിസൾട്ടുകൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം വാങ്ങണമെങ്കിൽ എന്ത് വേണം? വെറുതെ അവിടെ വെച്ച് പ്രൊഡക്റ്റ് ചോദിച്ചാൽ തരുമോ? ഉണ്ണിക്കണ്ണൻ സാറ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. തരുമോ? ഒരിക്കലും തരില്ല. പൈസ കൊടുത്താലേ തരുള്ളൂ അല്ലേ? പണം ഉണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നല്ല ഒരു ഹാപ്പി ലൈഫ് കിട്ടുള്ളൂ. അതിലൊരു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അതിനാണ് ഇവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യാം, വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യാം. നമ്മൾ വരുന്നുണ്ട്. അപ്പൊ എന്ത് പറയുന്നു? ഈ 300 PV ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? 2 വ്യക്തികളെ വീക്കിലി, ആഴ്ചയിൽ 2 വ്യക്തികളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്നു. എത്ര ആളെ? ആഴ്ചയിൽ 2 ആളെ. 2 ആളെ കൊണ്ടുവന്നാൽ മതി, പിന്നെ കൊണ്ടുവരില്ല. 2 ആളെ കൊണ്ടുവന്നാൽ മതി. 2 ആളിനെ നിങ്ങള് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? 300 PV പർച്ചേസ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്തായി? നിങ്ങൾക്ക് 300 മാച്ചിങ് ആയി. ഒരു മാച്ചിങ് 300 PV ആണ്. ഒരു 300 PV 2 സൈഡും വരുന്ന സമയത്താണ്, A സൈഡും B സൈഡും വരുന്ന സമയത്താണ് എന്ത് പറയുന്നത്? ഒരു പെയർ മാച്ച് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പെയർ മാച്ച്. അപ്പൊ ഒരു പെയർ മാച്ച് വരുന്ന സമയത്ത് 300 PVക്ക് ഇൻറ്റു 3 രൂപ, ഒരു PVക്ക് 3 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ 300 × 3 എത്രയായി? 900 രൂപ. അതാണ് ഒരു പെയർ മാച്ചിങ് എത്ര രൂപ കിട്ടുന്നു പറഞ്ഞു? 900 രൂപ കിട്ടുന്നു. ഇത് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് മനസ്സിലായോ ഒരാളുകൾക്കും? ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് മാസം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. മാസത്തിലെ ഫസ്റ്റ് അല്ലേ? വീക്കിലിയാണ് ഇൻകം തരുന്നത്. എങ്ങനെയാണ് തരുന്നത്? ആഴ്ചക്കാണ്. ഓക്കെ, അപ്പൊ ആഴ്ച എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്? ഫസ്റ്റത്തെ വീക്ക് എത്ര ഡേറ്റ് മുതൽ എത്രാം തീയതി വരെയാണ്? 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അല്ലേ? 2